നിരവധി ചാപ്റ്റർ കമ്മിറ്റികളും CLCകളും അതുപോലെ തന്നെ ആദ്യയുടെ നിരവധി സെന്ററുകളൊക്കെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. SKSF സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഹമീദ് അലി തങ്ങളുടെ വീട്ടിൽ വന്നു. ബഹുമാനപ്പെട്ട തങ്ങള് വണ്ടി കാണുകയും നമ്മുടെ ബുള്ളറ്റ് കാണുകയും അതിനു വേണ്ടിയിട്ട് വളരെയധികം ദുആ ചെയ്യുകയും അതുപോലെ തന്നെ ആശീർവദിക്കുകയും തങ്ങള് നമ്മൾ വല്ലാത്ത ഇൻസ്പയർ ചെയ്ത് കണ്ട് SKSFന്റെ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ഉൾപ്പെടുത്തി തങ്ങൾ നമ്മോട് സംസാരിക്കുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് നമ്മുടെ യാത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഇഖ്ലാസോട് കൂടെ ഞാൻ എപ്പോഴും എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ ശരീരത്തിനോടൊപ്പം പറയാം ഹലോ ഗൈസ് എന്നുള്ളതിനപ്പുറം ഇത് സമസ്തക്ക് വേണ്ടിയിട്ട് മനുഷ്യനെ തേടി, ഞാൻ ഫേസ്ബുക്കിൽ ഫസ്റ്റ് ഇട്ടൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു, മനുഷ്യനെ തേടി മണ്ണിനെ തേടിയിട്ടുള്ളൊരു യാത്രയാണ്. സമസ്ത വിജയിക്കണം ഇൻഷാ അല്ലാഹ്. വാരം പോലെ സമസ്തം തേടണം, പ്രചരിക്കണം ഇൻഷാ അല്ലാഹ്. അത് മാത്രം ഉദ്ദേശം വെച്ചിട്ടുള്ള ഇറങ്ങിയിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ 100ാം വാർഷിക പ്രചരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് പ്രിയപ്പെട്ട ഹക്കീം ഫൈസി ചെറുമംഗലം കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള യാത്ര സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സമസ്തയുടെ സന്ദേശങ്ങൾ എത്തിക്കുകയും അതിൻ്റെ 100ാം വാർഷികം ചരിത്ര സംഭവമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഹക്കീം ഫൈസി ചെറുമംഗലം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കേരളത്തിന് പുറത്ത് നിരവധി സംസ്ഥാനങ്ങൾ സന്ദർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ യാത്ര സംബന്ധിക്കുന്നത്. സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ പോഷക സംഘടനയായ SKSFന്റെയും അതുപോലെ തന്നെ ഹാദിയുടെയൊക്കെ തന്നെ കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും അതൊക്കെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ കേരളത്തിന് പുറത്ത് നിരവധി ചാപ്റ്റർ കമ്മിറ്റികളും CLCകളും അതുപോലെ തന്നെ ആദ്യയുടെ നിരവധി സെന്ററുകളൊക്കെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയുള്ള എല്ലാവരും സംയുക്തമായിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ യാത്ര ഏറ്റെടുക്കുകയും ഒരു ചരിത്ര സംഭവമാക്കി മാറ്റുകയും ചെയ്യുന്ന അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും പരിപൂർണമായ സഹകരണവും സാന്നിധ്യവും പ്രാർത്ഥനയും ഹക്കീം ഫൈസിയുടെ ഈ യാത്രയ്ക്ക് വേണ്ടി ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ കുറച്ച് മുത്താലിമീങ്ങൾ ഇവിടെ ഉണ്ട്. അവര് പുതിയൊരു പദ്ധതിയുമായിട്ട് നെസ്റ നോക്കുക. എന്താ അപ്പൊ ഇനി അവരോട് തന്നെ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം. നെസ്റ എന്നാണ് ഓൺലൈനിലായിട്ട് ഖുർആൻ തജ്വീദിലെ മദ്രസാ പഠനത്തിൽ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഓൺലൈനിൽ നെസ്റ എന്ന് പറയുമ്പോൾ നമ്മള് നെല്ലറ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. അതായത് ഒരു കുട്ടിയെ നോക്കുമ്പോൾ നമുക്ക് കൺകുളിർമ കാണും. ഇത് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുന്നത്. സോഷ്യൽ മീഡിയ നിങ്ങൾ ഫസ്റ്റ് പ്രചരണം അമിതിൽ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇത് ഫസ്റ്റ് എന്താ പറയാ ഒരു വ്ളോഗ് ആയിക്കാണ്ടും ഇതൊക്കെ വരുന്നത് നമ്മളെ ചാനലിലാണ്. അക്കൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അപ്പൊ നിങ്ങളുടെ വ്ളോഗിന്റെ പേരെന്താ? നെസ്റ ഓൺലൈൻ അക്കാദമി. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. എനിക്ക് സന്തോഷം. ഇവർക്ക് വന്നിട്ട് പ്രത്യേകം കാണിച്ചു തന്നിരുന്നു. അതുപോലെ തന്നെ അമിതങ്ങളുടെ ദ്വാക്കൊക്കെ പ്രത്യേകം വിളിച്ചു തരുന്ന ദ്വാരുന്നു. അപ്പൊ നമ്മത് കണ്ടപ്പോ അതായത് നമ്മളെ ഈ വീഡിയോ കാണുന്നതിലൂടെ ഇവർക്ക് പ്രചരണം കിട്ടട്ടെ. തജ്വീദല്ലേ, അല്ലാഹു തആലയുടെ ഖുർആനല്ലേ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമ ഖുർആനെ പഠിക്കുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. അതിന്റെയൊക്കെ ഭാഗമാവാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകാന്നല്ല. അതിന് നമ്മുടെ ഈ യാത്ര അതന്നെ ഉദ്ദേശം ഇൻഷാ അല്ലാഹ്. അല്ലാതെ വേറെ ഹലോ ഗൈസ് നമ്മളിവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതിന്റെ അപ്പുറം കാണുന്നതിന്റെ അപ്പുറം ഇതിലെല്ലാം ഉൾപ്പെടണം. അല്ലാഹു തആല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല യാത്ര കൊണ്ട് ഒരുപാട് പേർക്ക് ഒരു ഉപകാരം കിട്ടുന്ന ഒരു യാത്രയാക്കി അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ബിഹഖി നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടത് എനിക്ക് വ്ളോഗ് ചെയ്യാനോ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും ഇവര് പറഞ്ഞിട്ടില്ല. ഇവര് കോട്ടുമല കോംപ്ലക്സിലെ വിദ്യാർത്ഥികളാണ്. ഞാൻ കോട്ടുമല കോംപ്ലക്സിൽ ഒരു അല്പകാലം പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ബന്ധത്തുമ്പോൾ പറയണം, എനിക്ക് വ്ളോഗ് ചെയ്യണം ഉസ്താദെ, ഞങ്ങൾ അറിയപ്പെടുത്തണമെന്ന് പറഞ്ഞല്ല. അവരവരെ പ്രചരണമാണ്. നമ്മളിതിലൂടെ ഇവർക്കൊരു ഉപകാരം ഞാൻ പറഞ്ഞല്ലോ ഖുർആന്റേതാണല്ലോ. അപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളെ അക്ഷരം അറിയാത്ത മക്കളെ നല്ല പ്രഗത്ഭരായ ഉസ്താദന്മാർ എനിക്ക് അറിഞ്ഞവരാണ്. അപ്പൊ നല്ല പ്രഗത്ഭരായ ഉസ്താദന്മാരാണ്. 2ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളെ നിങ്ങളെ മക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രായപരിധി ഇല്ല. ഇന്നിപ്പോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം. അതുപോലെ തന്നെ നമ്മളാരും തെറ്റിയിട്ടുള്ള ആരും കൂടെ കുറ്റം പറയാനോ വന്നുകൊണ്ട് ചീത്ത പറയാനോ ഒന്നും ഇല്ല. ഇത് സ്നേഹിച്ചിട്ട് ഒരു ക്ലാസ് എടുക്കണം. അപ്പൊ ഇതിലെല്ലാവരും ഭാഗമാവുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.